നമസ്കാരം, സ്പീഡ് ന്യൂസിലേക്ക് സ്വാഗതം. വി.ഡി. സതീശന്റെ നേതൃത്വത്തിലുള്ള UDF മന്ത്രിസഭ നാളെ സത്യപ്രതിജ്ഞ ചെയ്ത് അധികാരമേൽക്കും. സത്യപ്രതിജ്ഞാ ചടങ്ങിനുള്ള ഒരുക്കങ്ങൾ പൂർത്തിയായി. തമിഴ്നാട് മുഖ്യമന്ത്രി വിജയ് ചടങ്ങിൽ പങ്കെടുത്തേക്കും. KSRTC ബസ്സുകളിൽ സ്ത്രീകൾക്ക് സൗജന്യ യാത്ര നടപ്പിലാക്കുന്നത് UDF സർക്കാരിന് വെല്ലുവിളിയാകും. നിശ്ചിത ബസ്സുകളിൽ മാത്രം സൗജന്യ യാത്ര നൽകാൻ നീക്കം. മുക്കുപണ്ടം പണയം വെച്ച് തട്ടിപ്പ് നടത്താൻ ശ്രമിച്ച 3 പേരെ ചാവക്കാട് പോലീസ് അറസ്റ്റ് ചെയ്തു. കുന്നംകുളം അഞ്ഞൂർ സ്വദേശികളായ ജിതിൻ രവീന്ദ്രൻ, രാഹുൽ, മൃദുൽ എന്നിവരെയാണ് പോലീസ് അറസ്റ്റ് ചെയ്തത്. നാട്ടികയിൽ ഉറക്കത്തിനിടയിൽ വിദ്യാർത്ഥിനിക്ക് പാമ്പുകടിയേറ്റു. നാട്ടിക സ്വദേശിനി വടയേരി വീട്ടിൽ വൈശാഖ് മകൾ 15 വയസ്സുള്ള വൈഗ ലക്ഷ്മിക്കാണ് പാമ്പുകടിയേറ്റത്. തിരുവല്ലോമല പറക്കോട്ടുകാവിൽ മോഷണം. 4 സ്റ്റീൽ റാഡുകൾ മോഷണം പോയി. ഉപദേശക സമിതി ദേവസ്വം ഓഫീസർക്ക് പരാതി നൽകി. കൊടുങ്ങല്ലൂരിൽ തട്ടുകടയിൽ തീപിടുത്തം. വടക്കേനടയിൽ വില്ലേജ് ഓഫീസ് പരിസരത്തുള്ള പ്രിയം ഫാസ്റ്റ് ഫുഡിലാണ് ഗ്യാസ് സിലിണ്ടറിൽ നിന്ന് തീ പടർന്ന് തീപിടുത്തമുണ്ടായത്. ഇന്ത്യൻ സോഷ്യലിസ്റ്റ് ജനതാദൾ സംസ്ഥാന നേതൃയോഗം തൃശൂരിൽ നടന്നു. തൃശൂർ മോത്തി മഹൽ റെസിഡൻസിൽ നടന്ന യോഗത്തിൽ സംസ്ഥാന പ്രസിഡന്റ് മാത്യു ടി തോമസ്, മുൻ മന്ത്രി കെ കൃഷ്ണൻകുട്ടി എന്നിവർ പങ്കെടുത്തു. നോയിഡയിലെ തൊഴിലാളി സമരത്തിന് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ച് വടക്കാഞ്ചേരിയിൽ CITU കോർഡിനേഷൻ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പ്രതിഷേധം സംഘടിപ്പിച്ചു. വടക്കാഞ്ചേരി നഗരസഭ വൈസ് ചെയർമാൻ PN സുരേന്ദ്രൻ ഉദ്ഘാടനം ചെയ്തു. CBSE 12ാം ക്ലാസ് കൊമേഴ്സ് പരീക്ഷയിൽ കൊടകര സരസ്വതി വിദ്യാനികേതൻ സ്കൂളിൽ നിന്ന് 94% മാർക്ക് നേടി സ്കൂൾ ടോപ്പറായി വിജയിച്ച ചിന്മയ പ്രിൻസിനെ കോൺഗ്രസ് പുതുക്കാട് ബ്ലോക്ക് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ അനുമോദിച്ചു. കോൺഗ്രസ് പുതുക്കാട് ബ്ലോക്ക് കമ്മിറ്റി വൈസ് പ്രസിഡന്റ് AB പ്രിൻസിന്റെ മകളായ ചിന്മയയെ DCC ജനറൽ സെക്രട്ടറി KM ബാബുരാജ്, പുതുക്കാട് ബ്ലോക്ക് കമ്മിറ്റി പ്രസിഡന്റ് സുധൻ കാരയിൽ എന്നിവരുടെ നേതൃത്വത്തിൽ ചെമ്പൂച്ചിറയിലെ വീട്ടിലെത്തിയാണ് അനുമോദിച്ചത്. 2026 ജാതിക്കുമ്മി കവിതാ പുരസ്കാരം ഡെറി പോൾ രചിച്ച മൺപാത്രങ്ങളെക്കുറിച്ച് എന്ന കവിതയ്ക്ക് ലഭിച്ചു. ഈ മാസം 24 വൈകിട്ട് ആനാപ്പുഴയിൽ കല്യാണദായിനി സഭയുടെ നേതൃത്വത്തിൽ നടക്കുന്ന സ്മൃതി സമ്മേളനത്തിൽ MLA അഡ്വക്കേറ്റ് OJ ജനീഷ് പുരസ്കാര സമർപ്പണം നടത്തും. ഗോവയിൽ നടന്ന 1ാമത് ലോക മാസ്റ്റേഴ്സ് പവർ ഗെയിംസ് ലോക പഞ്ചഗുസ്തി മത്സരങ്ങൾ നിയന്ത്രിച്ച CS സൗമ്യ ഇന്ത്യയിൽ നിന്നും ആദ്യത്തെ വനിതാ റഫറിയായി. ദേശീയ പഞ്ചഗുസ്തി മത്സരം, ഇന്ത്യ പോലീസ് മീറ്റ് എന്നീ മത്സരങ്ങൾ നിയന്ത്രിച്ച കേരളത്തിൽ നിന്നുള്ള ആദ്യത്തെ വനിത കൂടിയാണ്. തിരുവല്ലോമല കിണറ്റിൻകര പാടശേഖരത്തിൽ വിരിപ്പു കൃഷിക്ക് തുടക്കം. പഞ്ചായത്ത് പ്രസിഡന്റ് P. കൃഷ്ണപ്രസാദ് ഉദ്ഘാടനം നിർവഹിച്ചു. മാപ്രാണം വാതിൽമാടം ദുരിതബാധിത മേഖലയിലെ താമസക്കാർക്ക് ഇനി മുതൽ ആശ്വാസം. പുതിയ ഭൂമിയുടെ ആധാരം CPM ലോക്കൽ കമ്മിറ്റി സെക്രട്ടറി RL ജീവൻജാൽ കുടുംബാംഗങ്ങൾക്ക് കൈമാറി. പെരിങ്ങോട്ടുകര GHS സ്കൂളിലെ +2 ആദ്യ ബാച്ചിന്റെ കുടുംബസംഗമം തൃശൂരിൽ നടന്നു. തൃശൂർ MG റോഡിലുള്ള മോത്തിമഹൽ ഹാളിൽ നടന്ന കുടുംബസംഗമം കിഡ്നി ഫെഡറേഷൻ ഓഫ് ഇന്ത്യ സ്ഥാപക അംഗം അഡ്വക്കേറ്റ് AD ബെന്നി ഉദ്ഘാടനം ചെയ്തു. കോൺഗ്രസ് എരുമപ്പെട്ടി മണ്ഡലം കരിയന്നൂർ 19ാം വാർഡ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ 1ാമത് വെറ്ററൻസ് ഫുട്ബോൾ ടൂർണമെന്റ് സംഘടിപ്പിച്ചു. KPCC ജനറൽ സെക്രട്ടറി PT അജയ് മോഹൻ ഉദ്ഘാടനം ചെയ്തു. തളിക്കുളം ബ്ലോക്ക് പഞ്ചായത്ത് വാർഷിക പദ്ധതി പ്രകാരം നാട്ടിക പഞ്ചായത്തിലെ 100 ദിനം പൂർത്തീകരിച്ച 73 തൊഴിലുറപ്പ് തൊഴിലാളികൾക്ക് ഗംബൂട്ട് വിതരണം ചെയ്തു. തളിക്കുളം ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് രഞ്ജില ഗിരി ഉദ്ഘാടനം ചെയ്തു. വടക്കാഞ്ചേരി ബ്ലോക്ക് പഞ്ചായത്തിന്റെ ആഭിമുഖ്യത്തിൽ ICDS പ്രോജക്ട് പോഷൻ പക്വാട പരിപാടി സംഘടിപ്പിച്ചു. ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് KV നഫീസ ഉദ്ഘാടനം ചെയ്തു. തൃപ്രയാർ ഇൻഡോർ സ്റ്റേഡിയത്തിൽ നടന്ന അവധിക്കാല വോളിബോൾ കോച്ചിംഗ് ക്യാമ്പിന്റെ സമാപനവും സർട്ടിഫിക്കറ്റ് വിതരണവും തളിക്കുളം ബ്ലോക്ക് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് CM നൌഷാദ് നിർവഹിച്ചു. വൈസ് ചെയർമാൻ TU സുഭാഷ് ചന്ദ്രൻ അധ്യക്ഷത വഹിച്ചു. മരത്തംകോട് സന്മനസ് ചാരിറ്റബിൾ ട്രസ്റ്റിന്റെ പ്രവർത്തന ഉദ്ഘാടനം സാമൂഹ്യ പ്രവർത്തകൻ കരീം പന്നിത്തടം നിർവഹിച്ചു. യോഗത്തിൽ ട്രസ്റ്റ് ചെയർമാൻ KK സൈഫുദ്ദീൻ അധ്യക്ഷത വഹിച്ചു. വാടാനപ്പള്ളി പൊക്കുളങ്ങര ദേശീയപാതയിൽ നിർത്തിയിട്ട ടോറസ് ലോറിക്ക് പുറകിൽ കാറിടിച്ച് കാർ യാത്രക്കാരനായ യുവാവ് മരിച്ചു. ഏങ്ങണ്ടിയൂർ സ്വദേശി ഊണുങ്ങൽ സുരേഷിന്റെ മകൻ 27 വയസ്സുള്ള അരുണാണ് മരിച്ചത്. ചാഴൂർ പഞ്ചായത്ത് വിശ്വകർമ്മ സർവീസ് ഫെഡറേഷന്റെ ആഭിമുഖ്യത്തിൽ കുടുംബ സംഗമവും സമ്മേളനവും സംഘടിപ്പിച്ചു. ചാഴൂർ കമ്മ്യൂണിറ്റി ഹാളിൽ നടന്ന സംഗമം മാധ്യമപ്രവർത്തകയും സാഹിത്യകാരിയുമായ ജ്യോതിരാജ് തെക്കൂട്ട് ഉദ്ഘാടനം ചെയ്തു.
ഫോർഫ ചാരിറ്റബിൾ ട്രസ്റ്റിന്റെ ജില്ലാ കുടുംബ സംഗമം അരിമ്പൂരിൽ നടന്നു. അന്തിക്കാട് ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ജ്യോതിലക്ഷ്മി ഉദ്ഘാടനം ചെയ്തു. ചാലിശ്ശേരി GCC ആർട്സ് ആൻഡ് സ്പോർട്സ് ക്ലബിന്റെ നേതൃത്വത്തിൽ സംഘടിപ്പിച്ച ഒന്നാമത് ജൂനിയർ വോളിബോൾ ടൂർണമെന്റിൽ വോളി ക്ലബ് മമ്പാട് ജേതാക്കളായി. എതിരില്ലാത്ത 2 സെറ്റുകൾക്ക് GCC ചാലിശ്ശേരിയെ പരാജയപ്പെടുത്തിയാണ് വോളി ക്ലബ് മമ്പാട് കിരീടം സ്വന്തമാക്കിയത്. കേരള വ്യാപാരി വ്യവസായി ഏകോപന സമിതി അരിമ്പൂർ യൂണിറ്റ് വാർഷിക പൊതുയോഗം സംഘടിപ്പിച്ചു. ജില്ലാ പ്രസിഡന്റ് KV അബ്ദുൾ ഹമീദ് ഉദ്ഘാടനം ചെയ്തു. ചാവക്കാട് താലൂക്ക് റവന്യൂ ചങ്ങാതിക്കൂട്ടത്തിന്റെ ആഭിമുഖ്യത്തിൽ യാത്രയയപ്പും അനുമോദനവും സംഘടിപ്പിച്ചു. ചാവക്കാട് താലൂക്കിൽ നിന്ന് സ്ഥാനക്കയറ്റം ലഭിച്ച് സ്ഥലം മാറിപ്പോകുന്ന ഡെപ്യൂട്ടി തഹസിൽദാർമാരായ സീന P. ശ്രീധർ, VK റോസി എന്നിവർക്കാണ് യാത്രയയപ്പ് നൽകിയത്. സ്പീഡ് ന്യൂസ് പൂർണ്ണമാകുന്നു. നമസ്കാരം.